ഇതാ നേരത്തെ രാജ്നാഥ് സിംഗ് കനത്ത ഭാഷയിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു. പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണം എന്താണ് ഭാവനയ്ക്കതീതമാണ്, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മനോഹരമായിരുന്നു എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ന് രാവിലെ സർവകക്ഷി യോഗത്തിലും രാജ്നാഥ് സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 100-ലധികം ഭീകരരെ വകവരുത്താൻ ഇന്ത്യൻ നീക്കങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം? ആദ്യം നമുക്ക് അത് പരിശോധിക്കാം. हम लगातार इस बात के पक्ष कर रहे हैं कि समस्याओं का समाधान बातचीत के जरिए से हो, परंतु इसका अर्थ यह नहीं है कि हमारी सहनशीलता का कोई नाजायज फायदा उठाए। यदि कहीं कोई हमारे इस संयम का फायदा उठाने की कोशिश करता है तो उसे कल की तरह ही क्वालिटी कार्रवाई का सामना करने के लिए भी पूरी तरह से तैयार रहना होगा। വിനീത വിജി വിവരങ്ങൾ നൽകും. വിനീത, രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം കടുത്ത ഭാഷയിലാണ്. ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിക്ക് മറ്റൊരു രാജ്യത്തോട് പറയേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ ഇനിയിപ്പോൾ വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ നീക്കങ്ങൾ എന്നത് അടുത്ത മിനിറ്റുകളിൽ അറിയാം. എന്താണ് ഡൽഹിയിലെ സാഹചര്യം വിനീത? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ ആക്രമണത്തെ ശക്തമായി എതിർക്കാനും ഒപ്പം തന്നെ അതിനേക്കാൾ പതിമടങ്ങാഴത്തിൽ തിരിച്ചടിക്കാനുമുള്ള ശക്തി ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നേരത്തെ തന്നെ സേനാ മേധാവികൾക്ക് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ ചേർന്നിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം സർക്കാരിന് പൂർണ്ണ പിന്തുണയും കൂടി നൽകിയതോടുകൂടി അത്തരത്തിലേക്കൊരു ഊർജം കൂടി കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്ന് തന്നെയാണ് മന്ത്രിമാരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെയാണോ ഒരു അടിയന്തര ഘട്ടത്തെ നമ്മൾ നേരിടേണ്ടത്, അത്തരത്തിലേക്കാണ് ഇന്നത്തെ സർവകക്ഷി യോഗം പിരിഞ്ഞതെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം അതിനെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് കൊടും ഭീകരരടക്കം 100-ലധികം ഭീകരർ ഈ ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു അനുമാനത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. പക്ഷേ ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. കാരണം അത്രയും ആഴത്തിലുള്ളതായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാന് പ്രതിരോധ മന്ത്രി ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഇനി അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ മുതിർന്നാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത ആക്രമണമുണ്ട്. അത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതുപോലെയാണ്. അത് നേരിടാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരുമെന്നൊരു കടുത്ത മുന്നറിയിപ്പ് കൂടി പ്രതിരോധ മന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ്. ഒപ്പം സൈന്യത്തെ അകമഴിഞ്ഞ് തന്നെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഓരോ ഭീകര കേന്ദ്രവും കണ്ടെത്തി ആ ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ സ്വീകരിച്ച എല്ലാ നടപടികളും, ഇതുവരെ സ്വീകരിച്ച എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായി തന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടർ നീക്കങ്ങൾ അത് ഏത് തരത്തിൽ വേണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക സുരക്ഷാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ തുടർ നീക്കങ്ങൾ ഒപ്പം ഓരോ മന്ത്രാലയവും ഈ ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ, ഏകോപനം, ഒപ്പം തന്നെ സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് മാറ്റേണ്ട അടക്കമുള്ള കാര്യങ്ങൾ, അവർക്ക് ആദ്യഘട്ടത്തിൽ നൽകേണ്ട സുരക്ഷ എന്നിങ്ങനെ വിവിധ മന്ത്രാലയങ്ങളെ വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി അത് സംബന്ധിച്ചുകൊണ്ടുള്ള ആവശ്യകതയൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി വൈകിട്ട് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ 5:30 വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ രണ്ടാമതും ഇന്ത്യ തിരിച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത, ആ വാർത്താ സമ്മേളനത്തിൽ ഇന്നലത്തെ അതിന് സമാനമായ വാർത്താ സമ്മേളനമാണ്. അതിൽ വിനീത സൂചിപ്പിച്ചതുപോലെ എന്താണ് വിക്രം മിശ്രി, വിദേശകാര്യ സെക്രട്ടറി, ആ വാർത്താ സമ്മേളനം ലീഡ് ചെയ്യും. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, രണ്ടുപേരും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതുപോലെ അവരും വാർത്താ സമ്മേളനത്തിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓപ്പറേഷൻ, ഇന്നലെ രാത്രി മുതൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വരെയുള്ള ഓപ്പറേഷന്റെ വിശദാംശങ്ങളായിരിക്കും ആ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക എന്ന് തോന്നുന്നു. 5:30 ആ വാർത്താ സമ്മേളനം.